ഡൽഹിക്ക് ഭാഗ്യമില്ല. അടുത്തൊരു മാച്ച് കൂടി അവർ തോറ്റിരിക്കുകയാണ്. ഇന്ന് മുംബൈക്കെതിരെ 201 റൺസ് ഡൽഹി എടുത്തു. എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഡൽഹിയുടെ ബൗളിംഗ് ആണ് പരാജയമായി മാറിയത്. കാരണം മുംബൈ ഇന്ത്യൻസ് 234 റൺസാണ് അടിച്ചു കൂട്ടിയത്. മുംബൈയുടെ ലാസ്റ്റ് ഓവറാണ് ഡൽഹിക്ക് പണിയായത്. റൊമേരിയോ ഷെപ്പാർഡ് അടിച്ചു തകർത്തു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഡൽഹി ടീമിന് ജയിക്കാമായിരുന്നു. ഇന്ന് കളി തോറ്റ ശേഷം ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നന്നായി കളിച്ചിട്ടും ഞങ്ങൾ കളി തോൽക്കുന്നു. ബൗളേഴ്സാണ് പണി തരുന്നത്. ബാറ്റ്സ്മാൻമാർ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. എന്നാൽ ബൗളേഴ്സ് വേണ്ട സമയത്ത് വിക്കറ്റ് നേടുന്നില്ല. ഇന്ന് രോഹിത് ശർമ്മയും ഇഷാനുമാണ് ഓപ്പണിങ്ങിൽ അടിച്ചു കളിച്ചത്. അവരാണ് ഞങ്ങൾക്ക് പണി തന്നത്. ഓപ്പണിങ്ങിൽ തന്നെ മുംബൈയെ പൂട്ടിയാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാമായിരുന്നു. എന്നാൽ പവർ പ്ലേ ഓവറുകളിൽ രോഹിത് ശർമ്മ നന്നായി കളിച്ചു. അതാണ് ഞങ്ങൾക്ക് പണിയായത്. രോഹിത്തിന്റെ വിക്കറ്റ് നേരത്തെ തന്നെ നേടണമായിരുന്നു. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങളിപ്പോൾ പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് സ്ഥാനത്താണ്. ഞങ്ങൾക്കിനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഋഷഭ് പന്ത് വ്യക്തമാക്കി. ഡൽഹി ടീം ഇപ്രാവശ്യം പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത കുറവാണ്. അവരാകെ കൂടി ഒരു മാച്ച് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഇതേ സമയം തന്നെ മുംബൈ ഇന്ത്യൻസ് നല്ല കളിയാണ് പുറത്തെടുക്കുന്നത്. ഇന്ന് ബാറ്റിംഗിൽ മുംബൈ ഞെട്ടിച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് റൊമേരിയോ ഷെപ്പാർഡ് താരത്തിന്റെ ലാസ്റ്റ് ഓവറാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ശരിക്കും ഇന്ന് റൊമേരിയോ ഷെപ്പാർഡ് ലാസ്റ്റ് ഓവർ അടിച്ചു കളിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മുംബൈ കളി തോറ്റേനെ. കാരണം ഡൽഹി ടീം 201 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുംബൈയുടെ ബാറ്റിംഗ് തന്നെയാണ് മുംബൈ ടീമിനെ ഇന്ന് വിജയത്തിലേക്ക് നയിച്ചത്. എന്തായാലും IPLിലെ ആദ്യ വിജയമാണ് മുംബൈ ഇന്ന് സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.